ഉടുപ്പി കരിന്തളം ലൈൻ ഭൂമിയുടെ ഫെയർ വാല്യൂ കുറയ്ക്കാൻ ആസൂത്രിത ശ്രമമെന്ന് കർഷക രക്ഷാ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉടുപ്പി കരിന്തളം 400 kV വൈദ്യുത ലൈൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർഷകർ വിട്ടുനൽകുന്ന ഭൂമിയുടെ ഫെയർ വാല്യൂ കുറച്ചു കാണിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ ആസൂത്രിത ശ്രമം നടത്തുന്നതായി കർഷക രക്ഷാ സമിതി. സർക്കാരും കർഷക രക്ഷാ സമിതിയും അംഗീകരിച്ച നഷ്ടപരിഹാര പാക്കേജ് പ്രകാരം ഭൂമിയുടെ ഫെയർ വാല്യൂവിന്റെ 60% കർഷകർക്ക് നഷ്ടപരിഹാരമായി ലഭിക്കേണ്ടത്. സാങ്കേതികമായ തടസ്സവാദങ്ങൾ പറഞ്ഞ ഫെയർ വാല്യൂ കുറച്ചു കാണിക്കുന്നതിലൂടെ കർഷകർക്ക് കിട്ടുന്ന നഷ്ടപരിഹാരം പിന്നെയും കുറയ്ക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് കർഷക രക്ഷാ സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെള്ളരിക്കുണ്ട് താലൂക്കിലെ കോടോത്ത്, ബേളൂർ, തായന്നൂർ, കാസർഗോഡ് താലൂക്കിലെ കാറടുക്ക വില്ലേജുകളിലെ വില്ലേജ് ഓഫീസർമാരാണ് കർഷകർക്ക് ഭൂമിയുടെ കൃത്യമായ ഫെയർ വാല്യൂ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത്. സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പിന്റെ സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഫെയർ വാല്യൂ വെച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് പകരം അതിലും കുറഞ്ഞ ഫെയർ വാല്യൂ മാത്രമേ കാണിക്കാൻ കഴിയൂ എന്നാണ് ഇവർ പറയുന്നത്. ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്ന ഒരു പ്രോജക്റ്റാണ് UKTL 400 kV ലൈൻ. ആ പ്രോജക്റ്റ് കടന്നു പോകുമ്പോൾ കേരള ഗവൺമെന്റ് കൃത്യമായി നല്ലൊരു കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചുവെങ്കിലും ഇന്ന് ഭൂമിയുടെ പ്രശ്നങ്ങളുമായിട്ട് കർഷകർ ആദ്യം വീണ്ടും വലയുകയാണ്. കാരണം 950 കുടുംബങ്ങൾ നേരിട്ട് ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ ഏകദേശം 12 വില്ലേജുകളിലൂടെ കടന്നുപോകുന്ന ഈ ലൈൻ അതിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഫെയർ വാല്യൂ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടി 4 വില്ലേജ് ഓഫീസർമാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ അവസ്ഥയിലൂടെയാണ് കർഷക രക്ഷാസമിതിയും അതുപോലെ ഈ കർഷകരും കടന്നുപോകുന്നത്. കാരണം ഈ പ്രദേശത്ത് മാത്രം ഈ 4 വില്ലേജുകളിൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള ഫെയർ വാല്യൂ. ഈ ഫെയർ വാല്യൂ ഒരു കാരണവശാലും ആരുടെയും ഔദാര്യമല്ല. കേരള ഗവൺമെന്റ് കൃത്യമായി ഫെയർ വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഫെയർ വാല്യൂ ആണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത്. അത് തരാൻ തയ്യാറാകാത്ത വരുമ്പോൾ കൃത്യമായി ഞങ്ങൾ സമരത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് കടന്നു വന്നിരിക്കുന്നത്. ഈ വില്ലേജ് ഓഫീസർ മീറ്റിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു കലക്ടറേറ്റ് മാർച്ചാണെങ്കിലും ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നതും വരെ സന്ധിയില്ലാത്ത സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജില്ലാ കളക്ടർ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടും ഈ വില്ലേജ് ഓഫീസർമാർ നിലപാട് മാറ്റാൻ തയ്യാറായിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ കർഷക രക്ഷാ സമിതി ജില്ലാ ചെയർമാൻ ഷിനോജ് ചാക്കോ, കെ നാരായണൻകുട്ടി, സത്യനാഥ് കമ്പിക്കാനം, പത്മനാഭൻ കരിന്തളം, സിബി ജോസഫ്, ഷാനവാസ് പരപ്പ, ജോർജ് മാർട്ടിൻ ഉദയപുരം, തമ്പാൻ തായന്നൂർ, ചന്ദ്രൻ മുള്ളേരിയ, MK ഭാസ്കരൻ, രാധാകൃഷ്ണൻ ചേരിപ്പാടി, P ശങ്കരൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.